അഭിമന്യു കൊലക്കേസിൽ വർഷങ്ങൾക്ക് ശേഷം വിചാരണ തുടങ്ങാനിരിക്കെ കോടതിയിൽ നിന്ന് സുപ്രധാന രേഖകൾ കാണാതായ സംഭവം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രതിനിധി ആയിട്ടും പോലീസും സംവിധാനങ്ങളുമെല്ലാം ഈ കേസിൽ വീഴ്ച വരുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. കോടതിയിൽ നിന്നും രേഖകൾ കാണാതായതും വിചാരണ അട്ടിമറിക്കാനുള്ള നീക്കമായി വിലയിരുത്തുന്നു. BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ അതിവേഗം പിടികൂടുകയും അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ BJP അടക്കം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സജീവമായി നിന്നു. എന്നാൽ അഭിമന്യു കേസിലെത്തുമ്പോൾ ചിത്രം മാറുകയാണ്. അഭിമന്യു കൊല്ലപ്പെടുമ്പോൾ പിണറായി വിജയനാണ് കേരളത്തിന്റെ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ആ കസേരയിൽ. പോലീസും സംവിധാനങ്ങളുമെല്ലാം ഭരണപക്ഷത്തിന് അനുകൂലം. എന്നിട്ടും വിചാരണ പോലും തുടങ്ങിയില്ല എന്നത് സർക്കാരിന്റെയും CPMന്റെയും അലംഭാവം തന്നെയാണ്. രേഖകൾ കോടതിയിൽ നിന്ന് കാണാതെ പോയതിൽ പോപ്പുലർ ഫ്രണ്ടിനെ കുറ്റപ്പെടുത്തി SFI രംഗത്ത് വന്നിട്ടുണ്ട്. കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായ സംഭവം അറിഞ്ഞിട്ടും അന്വേഷണത്തിന് ഉത്തരവിടാതെ ഹൈക്കോടതിയെ വിവരമറിയിക്കുക മാത്രമാണ് സെഷൻസ് കോടതി ചെയ്തത്. അഭിമന്യു കൊലക്കേസിലെ കുറ്റപത്രവും അനുബന്ധ രേഖകളും അടക്കമാണ് കാണാതായത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സംഭവം നേരിട്ട് അന്വേഷിക്കണമെന്ന് SFI ആവശ്യപ്പെടുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നാണ് രേഖകൾ കാണാതായത്. ഇതിൽ കേസിൽ പോലീസ് അന്വേഷണത്തിനൊടുവിൽ സമർപ്പിച്ച കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കം ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. 3 മാസം മുൻപാണ് രേഖകൾ കാണാതായത്. സംഭവത്തിൽ അന്വേഷണത്തിന് മുതിരാത്ത സെഷൻസ് കോടതിയുടെ നീക്കങ്ങളും വിമർശിക്കപ്പെടുന്നുണ്ട്. സുപ്രധാന കേസിലെ രേഖകൾ നഷ്ടമായതിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ച ഹൈക്കോടതി രേഖകൾ വീണ്ടെടുക്കാൻ ജില്ലാ ജഡ്ജിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അഭിമന്യു കൊലക്കേസിൽ തുടക്കം മുതൽ തന്നെ സർക്കാരിനും പോലീസിനും ആത്മാർത്ഥത ഇല്ലെന്ന ആക്ഷേപം സജീവമാണ്. മുഖ്യപ്രതിയെ പിടികൂടാൻ ഏറെ വൈകി. അഭിമന്യുവിനെ കുത്താൻ ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കോടതിയിലും കേസ് വിചാരണ തുടങ്ങാതെ ഏറെക്കാലമായി കെട്ടിക്കിടക്കുകയായിരുന്നു. രേഖകൾ കാണാതായ വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ സംഭവം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടു. അതിനിടെ അഭിമന്യുവിന്റെ കൊലയാളികളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് CPM നേതൃത്വമാണെന്ന് BJP ആരോപിച്ചിട്ടുണ്ട്. ഇക്കാര്യം BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് ഉന്നയിച്ചത്. പോപ്പുലർ ഫ്രണ്ടും CPMും തമ്മിൽ ശക്തമായ ധാരണയാണുള്ളത്. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള ചില പ്രതികളും ഈ ആളുകളുമായി ബന്ധമുള്ളവരാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. പോപ്പുലർ ഫ്രണ്ടുമായുള്ള രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അഭിമന്യു കേസ് വിചാരണയ്ക്കെടുക്കാനിരിക്കെ എല്ലാ രേഖകളും അപ്രത്യക്ഷമായത്. കേസ് തെളിയിക്കാൻ ആവശ്യമായ സുപ്രധാന തെളിവുകൾ പ്രോസിക്യൂഷന്റെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷമായത് യാദൃച്ഛികമല്ല. അഭിമന്യുവിന്റെ കൊലപാതകം നടന്ന സമയത്തു തന്നെ PFIക്കാരായ പ്രതികളെ രക്ഷിക്കാൻ CPM ശ്രമിച്ചിട്ടുണ്ട്. പ്രധാന പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് പോലീസായിരുന്നു, സുരേന്ദ്രൻ പറഞ്ഞു. CPMന്റെ ഉന്നത നേതാക്കൾ തന്നെയാണ് കൊലക്കേസ് അട്ടിമറിക്കാൻ ഇപ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രോസിക്യൂഷന്റെ രേഖകൾ നഷ്ടമായത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള കളികൾ മാത്രമല്ല, രാഷ്ട്രീയ തലത്തിലുള്ള കളികളുമാണ്. പോപ്പുലർ ഫ്രണ്ടും CPMും തമ്മിൽ ശക്തമായ ധാരണയാണുള്ളത്. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള ചില പ്രതികളും ഈ ആളുകളുമായി ബന്ധമുള്ളവരാണ്, സുരേന്ദ്രൻ പറഞ്ഞു.